ഇപ്പോൾ ഫ്രൈ എങ്ങനെ ഉണ്ടെന്നുള്ളത് ഒന്നുകൂടെ ഓഡിയോ വേണം. ഫ്രൈ കൊള്ളാം. മീനെടുത്തില്ലല്ലോ, അങ്ങോട്ട് ഉണ്ടോ? അത് മീനല്ലേ? ഇത് മീൻ കറിയില്ലേ? ഇത് മീൻ കറി. അതെ, അത് മീൻ കറിയാ. ഞാൻ മീൻ നമുക്കുണ്ട്. ഇതുവഴി പോണവർക്ക് കയറി കഴിക്കാം അല്ലേ? ഇതുവഴി പോണവർക്ക് കയറി കഴിക്കാൻ പോകും. അത് തന്നെ. അപ്പം ചടയമംഗലം റൂട്ട് പോകുന്നവർ കഴിക്കാൻ പറ്റിയത്. അതെ അതെ, തലയല്ലേ? പഴങ്കഞ്ഞിക്ക് ഇനി 70 രൂപ പറഞ്ഞത് ഇതും കൂടെ ചേർത്താണോ? ആണോ? മീനും കൂടെ ചേർത്തിട്ടാണ്? ഓ വലിയ മീനുണ്ടെങ്കിലും 70 ഉള്ളൂ. ഓ, ആണോ? ഞാൻ എടുക്കാം. അച്ചാർ ഇവിടെ ഇടുന്നതാണോ ജി? ആ, ഇല്ലെങ്കിലും എന്നെയും കൊണ്ട് എവിടെയെങ്കിലും ഇറങ്ങിയിട്ടുണ്ട്. ആണോ? പുളിശ്ശേരി അല്ലേ? ഓ, ഒഴിക്കണ്ടെടുക്കാൻ. ഉടങ്കല്ലി മുളകാണ്, കടിച്ചു. വേറെ ഗുണമാണ്, നല്ല എരിവാണ്. മോരിലൊക്കെ ചതച്ചിടും. ചേച്ചി എടുത്തില്ലേ? ചീന്താച്ചി ലേശം പഴകഞ്ഞേരോ കൈയിട്ട് അളമ്പി. അതൊക്കെ നമുക്കൊരു വിഷയമാണ്. എൻ്റെ കൂടെ നെത്തൊരു മീനും കൂടെ വാങ്ങിയെടുത്ത് ആണ് കോമ്പോ അല്ലേ? സെറ്റായി. കുറച്ച് പയറ് പഴങ്കഞ്ഞിയുടെ കൂടെ ഇതൊക്കെ ഉണ്ടാകും ഇല്ലേ? പഴങ്കഞ്ഞിക്ക് അവിയലുണ്ടോ? ഇല്ല. ആ, ഓക്കെ വേണം. ഓ, കിട്ടിയാൽ കൊള്ളാം. മികൽ അരക്കണാണോ? മിക്സിയിലരച്ച ഭയങ്കരമായിട്ട് നൈസായിട്ടുണ്ടായി. ചോറിലരച്ചപ്പോൾ എനിക്ക് കുറച്ച് വെള്ളം പോലെ തോന്നി. പക്ഷേ അല്ല, പുളിപ്പുള്ള തൈര. ഇതിൽ തൈരില്ലായിരുന്നോ? പഴങ്കഞ്ഞിയിൽ തൈരില്ല, പുളിശ്ശേരി ഒഴിച്ചല്ലേ? പഴങ്കഞ്ഞിയിൽ അല്ലെങ്കിൽ ഇതൊക്കെ തന്നെ ടേസ്റ്റ്. അതുപോലെ പൂജപ്പുര ക്രേവ് ഉണ്ടല്ലോ, അവിടെയല്ലേ അവിടെയല്ലേ ഇവരിങ്ങനെ ആദ്യം കൊണ്ടുവന്നത് പഴങ്കഞ്ഞിയാ? ഇപ്പോൾ ഒരുപാടുണ്ട്. ഇപ്പൊ ചട്ടിയിൽ ഒരുപാട് എടുത്തുണ്ട്. ഇഷ്ടംപോലെ ഉണ്ട്. പഴങ്കഞ്ഞി നോർമൽ ടേസ്റ്റ് അത്രേ ഉള്ളൂ. പക്ഷെ ഊണ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആണോ? കഴിക്കണം മൊത്തം. എൻ്റെ ഒറിജിനൽ പേര് അലൻ എന്നാണ് കേട്ടോ.
പണി സിനിമയിൽ ഞാൻ എനിക്ക് തന്നെ ഇട്ട പേര് അതെ അതെ. ഇടിവിട്ട റാമ്പോ ഞാൻ എന്നെ തന്നെ വിളിക്കുന്നത്. അല്ല, അത് വേറൊരു സിനിമയിൽ മുമ്പ് ഉണ്ടായിരുന്നു. അതിന്റെ റെഫറൻസ് ആയിട്ട് ഒരു അതെ അതെ. എടാ മീൻ ഒരു ഇത് കൂടെ വാങ്ങിട്ടാ. നല്ല മീനല്ലേ? അല്ല, ഒരു ഇത് കൂടെ വാങ്ങിക്കാം. മീൻ ഒന്നുകൂടെ തരാം. മീൻ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുമല്ലോ. ഇതിലൂടെ കിട്ടും, അതിലോട്ട്. നീ എന്ത് കഴിക്കാത്ത? കൊച്ചു വേറെ നീ ഫുഡ് കഴിക്കണേ, മൊത്തം കഴിക്കണേ. അത് ഫുള്ള് കഴിക്കണേ. എടാ അത് കുറച്ചേ ഉള്ളൂ, വെള്ളമാണ് മൊത്തം. ഹെവിയാണോ? 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 വെന്തില്ലേ? ആണോ? കുഴപ്പമില്ല. മൊരിഞ്ഞില്ല, വെന്തില്ലെന്നല്ല, മൊരിഞ്ഞില്ല. എന്താ അതാണ് എനിക്കുന്നത്. രാവിലെ കൂടെ കഴിക്കാത്തതല്ലേ നീ? നമ്മൾ മൂന്ന് രാവിലെ കഴിച്ചവരാ. കഞ്ഞിവെള്ളമാണോടാ? അല്ലല്ലോ, ചൂടുവെള്ളം. മിനറൽ വാട്ടർ ആയിരിക്കും. മിനറൽ വാട്ടർ മതിയാ? അല്ല, വേണ്ട, ഫ്രിഡ്ജുണ്ട്. ഞാൻ അത് പറഞ്ഞ പോട്ടെ. നോക്കി ഊണ് കപ്പ് വേണോടാ? ആരോട് കപ്പ് വേണോടാ? അങ്ങോട്ട് വേണം. ചോറുണ്ടേ? മതിയോ? രസമുണ്ടോ ചേച്ചി? കഴിച്ചിട്ട് പോയാ മതി. ചോറ് അവന് വേണം അല്ലേ? ഷിഫ്റ്റ്. ഓ, ചോറ് കുറച്ച്. ഭയങ്കര രുചിയാണ്. കൊടുക്കാൻ രസം എവിടെ? അത് രസം രസമില്ലടാ. ഓ, വീഡിയോ എടുത്തില്ല രസത്തിൽ. ഒഴിച്ചോളാം. ഓ, പറയും പോലെ ഇവന്മാർ നിന്റെ ഇളയതാണല്ലോ. അതാണ് നിന്റെ ഗുണ്ടായിസം. രസം കൊള്ളാം. കറി വേണ്ടേ? കറി കറി അവിയലിലൂടെ കൊടുക്കുക. ആണോ? ഞാൻ ഒരുപാട് തിന്നു. അങ്ങനെ രാവിലെ ഉറങ്ങും, രാത്രി കഴിക്കും. രാവിലെ ഉറങ്ങും, രാത്രി കഴിക്കും. നമ്മളെ നേരെ തിരിച്ചാണ് ജീവിക്കുന്നത്.
അപ്പോൾ നീ മറ്റേ പാൻഡോ പോലെ വല്ലതും എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ? ഫുഡ് പാൻഡോ പോലെ വല്ലതും കഴിക്കുന്നുണ്ടോ മരുന്ന്? അപ്പം അത് കഴിക്കുന്നില്ല, വേറെ കുറച്ച് പ്രോബയോട്ടിക്സ് ഒക്കെ കഴിക്കുന്നുണ്ട്. പഴകഞ്ഞി ബസ് സാധനമല്ലേ പഴകഞ്ഞി. ഇതിനൊന്നും പ്രശ്നം കാണൂല്ലോ, ഇതിനൊന്നും വരുമല്ലോ. എൻ്റെ അടുത്ത് ഒഴിവാക്കാൻ പറഞ്ഞ ഫുഡിലൊന്നും ഇതില്ല. എൻ്റെ അടുത്ത് മൈദ, ഗോതമ്പ് കുറേ മറോട്ട് ഒരുപാട് കഴിക്കുക. ഞാൻ എല്ലാം കഴിക്കും. തിരുവനന്തപുരം ഇവ അറിയാൻ ഒരു അൺലിമിറ്റഡ് നടക്കില്ല. ബിരിയാണി കട്ടില് 1 kg ബിരിയാണി എടുക്കുമ്പോൾ തലേന്നേ പോയി വന്നാണ് അവിടെ. ഞാൻ കാരണം എൻ്റെ കൂട്ടുകാരെ വിളിച്ചു പോയത്. ബിരിയാണി കിട്ടുന്ന പറയുമ്പോൾ കഴക്കൂട്ടത്താ ഇവിടെ അടിച്ച എന്തോ നല്ല തിരക്കാണ്. ആ നല്ല തിരക്ക്. അതൊന്നും ആലോചിച്ച് നോക്കണം. ഒരരയ്ക്ക് കഴിക്കാൻ കിട്ടുമ്പോൾ നമുക്ക് എല്ലാം കൊള്ളാം. 2 ചിക്കൻ പീസ് വയസ്സിന് കീഴിൽ ആ പോയി കുറച്ച് ഇതായിരുന്നു. ഇന്നോഗ്രേഷൻ ദിവസമായിരുന്നു അല്ലേ? ഞങ്ങൾ 10 രൂപ കൊടുത്തത് ചെയ്തില്ല. കച്ചവടം വേണ്ടത് എന്തോ അത് മറ്റേ കാർത്തിക് സൂര്യ ഐഫോൺ വാങ്ങിച്ചത്. ഒരു കോയിൻ എടുത്ത് മറ്റേ ഒരു രൂപയുടെ കോയിൻ എടുത്ത് അത് നിന്ന് എണ്ണുന്നതിൻ്റെ അവസ്ഥ. 4 ദിവസം കൊണ്ട് എണ്ണ അവൻ്റെ അവസ്ഥ ആലോചിച്ചു. അവൻ ജോലി വെറുതാണ്. ചില്ലറ മെഷീനുണ്ടാകും മനുഷ്യ 4 പേര് എണ്ണ നല്ലത്. നോട്ടെണ്ണ മെഷീൻ ഉണ്ടല്ലോ അത്. ഇടയ്ക്ക് എടുത്ത വേറൊരു രസം KSEBയുടെ എന്തോ ചില്ലറ അത് തന്നെ സെക്രട്ടറി ഇത് കറണ്ടിനെ ശരിയാക്കാത്ത ഇത്രയും എൻ്റെ ഇവിടുത്തെ 19 വീട്ടുകാരുള്ള അടുത്ത 64 വീട്ടുകാരുടെ ചോറാണോ ഗുണ കൊള്ളാം. ഇത് പഴങ്കഞ്ഞിയുടെ കൂടെ കൊടുക്കണല്ലേ മീനൊക്കെ അല്ലേ? 70 രൂപയ്ക്കാണ് ഈ മീനും പഴങ്കഞ്ഞിയും കൂടെ. ഇവിടെ ഫ്രൈ നമുക്ക് ഷെയർ ചെയ്ത് കഴിക്കാം. ഞാൻ ഇത്രയും 3 പേരുടെ ഫ്രൈ കഴിക്ക്. അല്ലടാ ഫ്രൈ ഒഴിവാക്കാൻ പറഞ്ഞു. ആണോ? അല്ല അങ്ങനെയല്ല, സ്പൈസി ഫുഡ് കുറച്ച്. ഓ എന്താ എന്തെങ്കിലുമൊക്കെ ഇപ്പൊ ഡോക്ടറെ കണ്ടിട്ട് വന്നു. അന്ന് പോയിട്ട് എന്നോട് പാരന്റിൽ പോയി. ഡോക്ടറെ കണ്ടത് തളർന്നുപോയി. അന്ന് ഞാൻ വിളിച്ചു ഇവൻ ഡൈലോ വിളിക്കും കേട്ടോ. എനിക്ക് അഡ്മിഷൻ ഈ വർഷത്തെ അഡ്മിഷൻ തുടങ്ങി. അപ്പം അങ്ങനെ അന്നേരം നമ്മൾ ഫസ്റ്റ് അഡ്മിഷൻ ചെയ്തു. അപ്പം അതിലേക്ക് വിളിച്ചു പോവാന്ന് പറഞ്ഞു. വലിയ വലിയ എന്നിട്ട് അവസാനം കഴിച്ചിട്ട് നടക്കാൻ വയ്യാന്ന് പോയിക്കാരെ. അതറിയാം, ഒന്നുകൂടെ നിർബന്ധിച്ചില്ല. വിളിച്ചില്ല അങ്ങനെ നീ ഒന്നും കൂടെ നിർബന്ധിച്ചാൽ വലിയ നിർബന്ധിക്കും. പൊതിഞ്ഞെടുക്കാൻ പറ്റുമോ? ഇന്നലെ എൻ്റെ ബാംഗ്ലൂരിൽ നിന്ന് 2 കൂട്ടുകാരും അവർക്ക് വേണ്ടി വീട്ടിൽ സദ്യ വെച്ച് അതിന് വേണ്ടി വിളിച്ചു. ഇത്രയും വർക്കല തെറ്റിയായിരുന്നു. ഓക്കെ കഴിക്കാൻ പോയാ വർക്കലല്ല കാപ്പിൽ ചുമ്മാ ബീച്ചിൽ പോയി. നമുക്ക് ഈ മത്തുച്ചയ്ക്ക് அந்த மைண்டா நீங்க? വെള്ളം കൂടുതലേ ഇവിടെ പശു ഉണ്ടോ? ആ ഓ തൈരുണ്ടോ? സാധാരണ എല്ലാ ദിവസങ്ങളിലുണ്ട്, ചിലപ്പോഴൊക്കെ ഉണ്ട് പഴങ്കഞ്ഞിയുടെ കൂടെ. ആ കുടിച്ചപ്പോഴേ പറഞ്ഞു നല്ല ബാംഗ്ലൂർ. ആ റോഡിൽ വരുന്നുണ്ട്. ഇവിടേക്ക് വണ്ടിയൊക്കെ ഇടിക്കാൻ പോയി. വണ്ടി പശുവിനെ അടിച്ചാലും പശുവിനെ എന്തെങ്കിലും പറ്റിയാൽ
കോളേജിലോട്ട് പോകുന്ന ഒരു കൊമ്പം കൊണ്ട് വന്ന് ആ ജസ്റ്റ് നമ്മുടെ ബാക്കിൽ നിന്ന് വണ്ടിക്കാരനെ നമ്മൾ ബാംഗ്ലൂരുകാർക്കും അങ്ങനെ ഉണ്ടോ? ഭയങ്കര സുഖം. നോർത്തിലോട്ടാണ് ഞാനത് ഇപ്പോഴും കണ്ടിട്ടുള്ളത്. ബാംഗ്ലൂരിൽ സിറ്റിക്കകത്ത് കുഴപ്പമില്ലെന്നേ ഉള്ളൂ. ഒരു 10 കിലോമീറ്റർ 10 വേണ്ട 5 കിലോമീറ്റർ സിറ്റി മണിവാടെന്ന് മാറിയാൽ മതി. വീട്ടിലൊക്കെയുണ്ട്. ചോദിക്കാൻ വേണ്ടി നോക്കി പശുവിന് എത്ര വയസ്സായിരുന്നു? ഓ കേട്ടില്ല. അതെന്താ എന്ത് വരുന്നേ? ആണോ? സൂപ്പർ. ഭരണി എല്ലാ ദിവസം ഉണ്ടോ ഏട്ടാ? ഞായറാഴ്ച മാത്രമില്ല. കുറച്ച് പുളിശ്ശേരി ഒഴിച്ചിട്ടുള്ള മീനൊക്കെ തീർന്നു. ഇങ്ങോട്ട് വന്നോണ്ട് ഒരു പിടി അവിടെ പോയി ബാക്കി എവിടെയൊക്കെ വന്നു. എന്തിനെടുത്തിട്ടാ മൊത്തം? കണ്ടേ ഞാൻ ഒരാൾ ചോറ് തിന്നുന്ന അളവിൽ ഫ്രൈ തിന്നാണ്. മനുഷ്യന് വേണോ? ഓ ഞാൻ ട്രിവാൻഡ്രം കണിയാപുരം പൂജപ്പുര ഈഞ്ചക്കൽ അങ്ങോട്ടൊക്കെ വരാറുണ്ടോ? ഇവിടെ അടുത്ത ഓഫീസുകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഇവിടെ എന്താ ചുറ്റുമുള്ള ആൾക്കാർ തന്നെ കഴിക്കാൻ വരണം ഇവിടെ. നീ അതപ്പോൾ ഇനി പോകുമ്പോഴത്തേക്കും അത് വാങ്ങിക്കുമ്പോഴത്തേക്കും പറയണം. നീ എല്ലായിടത്തും പോയാലും ഇത് തന്നെയല്ലോ. അത് തന്നെ. അപ്പം കുറച്ച് വാങ്ങിക്കണമെന്ന്. ഇവൻ കാരണമാണ് ഞാൻ വണ്ണം വയ്ക്കുന്നത്. വളയത്തുണ്ടല്ലോ, വളയത്ത് ഫിറ്റ് ഷവർമ കഴിച്ചില്ല. 1 ഫീറ്റ് ട്രൈ ചെയ്യണം കേട്ടോ. ഞാൻ ബാംഗ്ലൂർ പോയിട്ട് വന്ന സമയത്ത് ഹോസ്റ്റലായിരുന്നു ആദ്യത്തെ ദിവസം. ഞാൻ ഫുഡ് കഴിക്കാതെ എനിക്ക് ശീലമായി. ഹോസ്റ്റലിലെ അവിടുത്തെ മഞ്ഞ ഫുഡ് കഴിക്കത്തേ ഇല്ല. ഇവിടെ വന്നാലും എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല. മുമ്പ് ഞാനിവരൊക്കെ ഒരുമിച്ചിരുന്ന് ഒരു ഫുൾ മന്തി കഴിക്കില്ല. ഇവനെ കൊണ്ട് ഞാൻ 1 ഫീറ്റ് 4 എണ്ണം വാങ്ങിച്ചു അറിയാതെ. എനിക്ക് ഞാൻ പകുതിയിലും കഴിച്ചിട്ടില്ല. ഇവനെ കൊണ്ട് ഞാൻ 2-2.5 കഴിച്ചു. അതേ 1 ഫീറ്റ് കഴിഞ്ഞ കഴിച്ചപ്പോൾ ഇവന് കഴിക്കാൻ പറ്റും. എനിക്ക് അസിഡിറ്റി വന്നാൽ അതിശയൊന്നുമില്ല. കാണുന്നൊന്നുമില്ല, എന്നെക്കാളും കഴിക്കും. എടാ ഞാനും ഭയങ്കര തീറ്റുന്നുണ്ട്. ഇപ്പോഴാണ് കുറച്ചത്. കഴിക്കണ സാധനങ്ങളുടെ ഉണ്ടോ? കഴിച്ചിട്ട് ശരീരത്തിൽ പിടിച്ചാൽ കുഴപ്പമില്ല. എനിക്കൊക്കെ ശരീരത്തിൽ കുഴപ്പമില്ലല്ലോ. ഇവന് ശരീരത്തിൽ പിടിക്കില്ല, അതാണ് പ്രശ്നം. ശരീരത്തിൽ പിടിക്കാൻ അതാണ് പ്രശ്നം. ശരീരത്തിൽ പിടിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. കളിക്കാനൊന്നും പോകുന്നില്ല അങ്ങനെയൊന്നുമില്ല. ഞാൻ ക്രിക്കറ്ററായിരുന്നു. ഞാൻ പിന്നെ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തേക്കുവാ. അപ്പോൾ ക്രിക്കറ്റ് കളിക്കാൻ ആളില്ല കാരണം പാങ്ങപ്പാറ ഏരിയയിലായിരിക്കും മിക്കപ്പോഴും. എപ്പോഴും ബോളിടും. എൻ്റെ കോളേജ് അവിടെ ഇവിടെ
പിന്നെ മെയിൻ സിനിമയ്ക്കാണോ ആഗ്രഹമായിട്ട് ഇപ്പം ബാഡ്മിൻ്റൺ സ്ഥിരമുണ്ട്, ക്രിക്കറ്റ് ആളില്ല. മറ്റന്നാകുമ്പോൾ 4 പേര് ഒപ്പിച്ചാൽ മതിയല്ലോ. ആ കളിയല്ല. ഇന്നലെ ഞാൻ വിളിച്ചിരുന്നു ഇവിടെ. ഇന്നലെ പിന്നെ വർക്കിംഗ് ഡേ അല്ലേ, ആർക്കും ഇറങ്ങാൻ പറ്റില്ല. ആണല്ലേ, കുഴപ്പമില്ല. തിരക്കാണെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും, നിങ്ങൾക്കും അതൊരു ബുദ്ധിമുട്ടായിരിക്കും. അതെ അതെ. ഓ, മോര് എത്ര പിടിച്ചിട്ട് മതിയാവില്ല. അതെ എല്ലാവർക്കും കൊടുക്കുക ഇത്രയും വരെ ഉള്ളൂ. ഓ അല്ലല്ല, പുളി വെള്ളം കുടിക്കാനാ. കറക്റ്റ് അളവല്ല, ഉലുവയല്ല. അതല്ല പുളിശ്ശേരി ചിലയിടത്താണെങ്കിൽ കയ്പ് മാത്രമേ ഉലുവയുടെ. തൈരിൻ്റെ ഒരു ഇതും വരില്ലടാ, മിക്കയിടത്തും വെള്ളം പോലെ ഇരിക്കും. ഞാൻ ആദ്യം ഒഴിച്ചപ്പോഴത്തേക്കും, ഞാൻ ചോര ഒഴിച്ചപ്പോഴത്തേക്കും എനിക്ക് ആ ഫീൽ കിട്ടില്ല. കുടിച്ചപ്പോഴാണെങ്കിൽ നല്ല ഫീൽ കിട്ടില്ല. രസം കളിക്കോളാം. മീനാ മീൻ സാമ്പാർ അല്ല, രസം അല്ല, മീൻ അല്ല, ഇത് രസമല്ല. മീൻ കറിയടാ. പ്രോബയോട്ടിക് ഒരുപാട് ആൾക്കാർ കഴിക്കുന്നുണ്ട്. എനിക്ക് ധൈര്യമാണ് പ്രശ്നം. ഇപ്പൊ അതൊക്കെ ഇരുന്ന് കുടി, കളയല്ല. അതന്നെ, ചോറ് തീർത്താ വെള്ളം കുടിക്കണ്ട. കുറച്ച് വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചാൽ, കുറച്ച് വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചാൽ, അതിൻ്റെ വെള്ളം കുറച്ച് ഇതിനകത്തോട്ട് ഒഴിക്കും. ഈ വെള്ളം കുറച്ച് ഇതിനകത്തോട്ട് ഒഴിക്കും. എടാ എനിക്കടാ ഏതില് പഴങ്ങഞ്ഞില്ല. എങ്ങനെയുണ്ട്? കൊള്ളാമോ? തുടങ്ങിയിട്ട് ഇപ്പം നാളായെന്ന് ചോദിച്ചാൽ എനിക്ക് ഡൗട്ടാണ്. 2 വർഷം ആവുമെന്ന് തോന്നുന്നു കേട്ടോ. എന്നും പോയി കഴിപ്പ് തന്നെ. അപ്പോൾ എന്നും പോയി കഴിക്കുമ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാകട്ടെ, ആർക്കെങ്കിലും ഉപയോഗം ഉണ്ടാകണ്ടേ. ഞാനങ്ങനെ ചുമ്മാ ഫോട്ടോ മാത്രം ഇടാമെന്ന് വിചാരിച്ച് തുടങ്ങിയതാണ് സത്യം പറഞ്ഞാൽ. അങ്ങനെ തുടങ്ങിയിട്ട് പിന്നെ ഓരോരോ വീഡിയോ ഉണ്ട്, ഇമ്പ്രൂവ് ആയി വന്നതാണ്. കഴക്കൂട്ട തുറന്നുണ്ട് കേട്ടോ. പഴകുന്നില്ല, ഊണും മീനും സാധാ ഊണും. ഗായത്രി ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. 70 രൂപ ഊണും മീനും കൂടെ ചേർത്ത്. സ്റ്റുഡിയോ ഇല്ലേ, സ്റ്റുഡിയോ അതിൻ്റെ ഓപ്പോസിറ്റ്. നിങ്ങളവിടെ പൊതുവെ അമ്പലത്തിലാണ് കോളേജിലാകുമ്പോഴേ നമ്മുടെ ഒരു ഉത്സവ സീസൺ എല്ലാ
ഒരിക്കലും ഫുഡൊന്നും കൊണ്ടുവരുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ പണ്ട് കോളേജിലായിരുന്നപ്പോഴത്തേക്കും തൊട്ടപ്പുറത്ത് മറ്റേ ഇതുണ്ടല്ലോ കോട്ടക്കാട് ഓഡിറ്റോറിയം. ആണല്ലേ. ഒരു ദിവസം ഞങ്ങൾ നിന്നപ്പോഴത്തേക്കും പരിചയമുള്ള മോങ്ങൾ MP ശ്രീകുമാർ, സിത്താര, നോക്കിയപ്പോൾ ജാസി ഗിഫ്റ്റിന്റെ കല്യാണം. അല്ല ഈ പരിചയമുള്ളവരെ കാണുക, അല്ല നമുക്ക് ഈ ചെറിയ പരിചയമുള്ളവരെ കാണുമല്ലോ നമ്മൾ ഇതിൻ്റെ ഇടയിൽ. അതാണ് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. പിന്നെ കല്യാണത്തിന് ഇങ്ങനെ വിളിച്ച് ആരും പരിചയമില്ലെങ്കിൽ ഭയങ്കര അവർ വിളിച്ചിട്ട് പോകും. അല്ല ഇതിന് പോയി പിന്നെ വിളിച്ചതിൻ്റെ പോകുമ്പോൾ ഒരു ഗുമ്മ ഇട്ടല്ലേ കഴിക്കാനും തോന്നുന്നില്ല. ആരെങ്കിലും ഒക്കെ കാട് ഒരുപാട് കഴിക്കും. കഴിച്ചിട്ട് ചുമ്മാ ഇരിക്കും, മുടിപ്പിക്കും. അവൻ കുടിച്ചില്ല. ഇവനല്ല അവൻ, മറ്റവൻ. അയ്യോ, കൊള്ളാം, ഈ പരിപാടി കൊള്ളാം. ഫുഡ് എങ്ങനെയുണ്ട്? അടിപൊളി. നമ്മൾ നാട്ടിൽ നിന്ന് അങ്ങനെ ഒന്ന് കഴിക്കില്ലെങ്കിലും പോകുന്ന വഴിക്ക് ട്രൈ ചെയ്യാം. ചടയമംഗലം പോകുന്ന വഴിക്ക് കയറി കഴിക്കാൻ നല്ല സ്ഥലം. നല്ല ഊണായിരുന്നു. നല്ല മീന്, പുളിശ്ശേരിയൊക്കെ നൈസ്. ഇവിടെ തന്നെ പശുവുണ്ട്, അതിൽ നിന്ന് തന്നെ ഇവിടുത്തെ ഫ്രഷ് പാല്, നെത്തോലി ഫ്രൈ ഒക്കെ അടിപൊളിയാണ്. അടിപൊളിയാണ്. ഓക്കെ, അത്രേ ഉള്ളൂ. ബൈ ബൈ.